എല്ലാവർക്കും നമസ്കാരം. ക്ലവർ ക്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. ഓണപ്പൂവ് എന്ന് വിശേഷണമുള്ള പൂവ്. ഉത്തരം കാശിത്തുമ്പ. അടുത്ത ചോദ്യം, ഓണം ആഘോഷിക്കുന്നത് എന്നാണ്? ഉത്തരം ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവം ആക്കിയ വർഷം? ഉത്തരം 1961. മഹാബലിയുടെ പിതാവിന്റെ പേര്? ഉത്തരം വിരോചനൻ. മഹാബലി എന്ന വാക്കിനർത്ഥം എന്താണ്? ഉത്തരം വലിയ ത്യാഗം ചെയ്തവൻ. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം ഇന്ദ്രസേനൻ. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത്. ഏത് നാളിലാണത്? ഉത്തരം മൂലം നാൾ. മഹാബലിയുടെ പത്നിയുടെ പേര് എന്താണ്? ഉത്തരം വിന്ധ്യാവലി. വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോൾ ആരാണ് മഹാബലിയെ അത് നടക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്? ഉത്തരം അസുരഗുരു ശുക്രാചാര്യൻ. അടുത്ത ചോദ്യം, തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏതാണ്? ഉത്തരം മധുരൈ കാഞ്ചി. ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ഉത്തരം ചോതി നാൾ മുതൽ. തിരുവോണ നാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? ഉത്തരം തൃക്കാക്കരയപ്പന്. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനന്റെ പിതാവ് ആരാണ്? ഉത്തരം കശ്യപൻ. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനന്റെ അമ്മ ആരാണ്? ഉത്തരം അദിതി. ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാട്? ഉത്തരം ഓണാട്ടുകര, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകര. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? ഉത്തരം 5ാമത്തെ. ഭാഗവതത്തിലെ ഏത് സ്കന്ധത്തിലാണ് വാമനൻ തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സുതലത്തിലേക്ക് ഉയർത്തിയ കഥ പറയുന്നത്? 8ാം സ്കന്ധം. മഹാബലി ഏത് യാഗം ചെയ്യവെയാണ് വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടത്? ഉത്തരം വിശ്വജിത്ത് എന്ന യാഗം. വാമനാവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ്? ഉത്തരം ത്രേതായുഗത്തിൽ. മഹാബലിയുടെ പുത്രന്റെ പേരെന്താണ്? ഉത്തരം ബാണാസുരൻ. മാവേലിയെ ഊട്ടിയ നാട്, ഓണത്തിൻ്റെ നാട് എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന നാട് ഏതാണ്? ഉത്തരം ഓണാട്ടുകര, ആലപ്പുഴ. മഹാബലി നർമ്മദ നദിയുടെ വടക്കേക്കരയിൽ എവിടെയാണ് യാഗം നടത്തിയിരുന്നത്? ഉത്തരം ഭൃഗുകച്ചം എന്ന സ്ഥലത്ത്. ഏത് നാളാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത്?
ഉത്തരം ഉത്രാടനാളിൽ. അടുത്ത ചോദ്യം, എന്താണ് 28-ാം ഓണം? ഉത്തരം ചിങ്ങത്തിലെ തിരുവോണത്തിനു ശേഷം 28-ാമത്തെ ദിവസമാണ് ഇത്. കന്നുകാലികൾക്കായി നടത്തുന്ന ഓണമാണിത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രധാന ദിവസമാണിത്. 4-ാം ഓണം ഏതു മഹാത്മാവിൻ്റെ ജന്മദിനമാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. 2-ാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഏത് പേരിലാണ്? ഉത്തരം അമ്മായി ഓണം. ഓണപ്പാട്ടുകളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മച്ചാട്ടിളയത്. വാമനന് ചവിട്ടിത്താഴ്ത്തുവാനായി മഹാബലി തൻ്റെ തല കുനിച്ചു കൊടുത്തതായി കഥകളിൽ പറയുന്ന സ്ഥലം? ഉത്തരം ഓണാട്ടുകര, ആലപ്പുഴ. ഓണപ്പാട്ടുകൾ എന്ന കവിത എഴുതിയത് ആര്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. ഓണം കേറാമൂല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം കുഗ്രാമം. ഓണാട്ടുകര അറിയപ്പെടുന്ന മറ്റൊരു പേര് ഓടനാട്. ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ, ഓണക്കോടി ഉടുത്തില്ലേ, പൊന്നും ചിങ്ങം വന്നിട്ടും നീ മിന്നും മാലയും കെട്ടിയില്ലേ. ഓണത്തെക്കുറിച്ച് ഈ കവിതകൾ രചിച്ചതാരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. തിരുവോണത്തിൻ്റെ തലേ ദിവസം ഏത് നാളാണ്? ഉത്തരം ഉത്രാടം. അടുത്ത ക്വസ്റ്റ്യൻ, മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? ഉത്തരം തമിഴ്നാട്. സംഘകൃതികളിൽ ഓണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഇന്ദ്രവിഴ. ഓണത്തിന് എത്രാമത്തെ ദിവസമാണ് പുലികളി നടക്കുന്നത്? ഉത്തരം 3-ാമത്തെ ദിവസം. ഓണവുമായി ബന്ധപ്പെട്ട പുലികളിക്ക് പ്രശസ്തമായത് ഏത് ജില്ലയാണ്? ഉത്തരം തൃശ്ശൂർ. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.